40 വയസ്സായി, 40 കൊല്ലായി സുബഹി നിസ്കാരത്തിന്റെ ബാങ്ക് പള്ളിയിൽ നിന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് അസ്സലാത്തു ഖൈറും മിനന്നൗം അസ്സലാത്തു ഖൈറും മിനന്നൗം. ഒറ്റ ദിവസം ഈ ചങ്ങായി പുതപ്പെടുത്തിട്ട് പള്ളിയിൽ നിസ്കരിക്കാൻ വന്നിട്ടില്ല. ഡോക്ടറെ അടുത്ത് പോയി, ചെറിയൊരു തലകറക്കം. ഡോക്ടർ പറഞ്ഞു പ്രഷർ ഷുഗർ ഒക്കെ കൂടുന്നുണ്ട്, കൊളസ്ട്രോൾ നല്ലോണം ഉണ്ട്, രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിക്കോ. പിറ്റേന്ന് ചങ്ങായി തുടങ്ങി നടക്കാൻ. നടന്നിട്ട് വേർത്ത് കുളിച്ച് ഇങ്ങനെ കിതക്കുമ്പോ കേൾക്കാം പള്ളിയിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനന്നൗം. പണ്ട് വല്യപ്പ കൈപിടിച്ച് പള്ളി കൂട്ടിക്കൊണ്ടുപോകുമ്പോ കേട്ടതാണ് അസ്സലാത്തു ഖൈറും മിനന്നൗം. പിന്നീട് കല്യാണം കഴിച്ചിട്ട് മര്യാദയ്ക്ക് ആ ബാങ്കിന്റെ ധ്വനി പോലും കേട്ടത് ഓർമ്മയില്ല. നമുക്ക് പേടിയാണ് മരിക്കാൻ. മരണത്തോടടുക്കുന്ന എല്ലാ ആരോഗ്യം വേണം. ഷുഗർ ഒന്ന് കൂടുമ്പോ നമുക്ക് ബേജാറാണ്, പ്രഷർ കൂടുമ്പോ ബേജാറാണ്, കൊളസ്ട്രോൾ കൂടുമ്പോ ബേജാറാണ്. എന്താണ് ഞാൻ മരിച്ചു പോകും, ഈ ലോകം എനിക്ക്. എങ്ങനെയൊക്കെ നമ്മൾ പരിശ്രമിച്ചാലും, എത്ര മരുന്നുകൾ നമ്മൾ കുടിച്ചാലും, എത്ര വ്യായാമങ്ങൾ നമ്മൾ ചെയ്താലും, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത് എന്താ അറിയോ? അല്ലാഹു പറയുന്നു, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫറൂന മിൻ ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി والشهادة فينبئكم بما كنتم تعملون. പ്രവാചകരെ പറഞ്ഞു കൊടുക്കുക, ഏതൊരു മരണത്തിന്റെ പിടിവായിൽ നിന്ന് ഓടി രക്ഷപ്പെടാനാണോ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? രാവിലെ എഴുന്നേറ്റ് നടക്കുന്നത്, ജിമ്മിൽ പോയി മെമ്പർഷിപ്പ് എടുത്തത്, ആമ്പയുടെ പ്രൊഡക്റ്റുകൾ കഴിക്കാൻ തുടങ്ങിയത്, ഒരുപാട് മരുന്നുകൾ കഴിക്കാൻ തുടങ്ങിയത്, ഇറച്ചി വേണ്ടാന്ന് വെച്ചത്, മീൻ വേണ്ടാന്ന് വെച്ചത്, ചോറും പച്ചക്കറിയും മുഴുവനും ഒഴിവാക്കി ഇറച്ചിയും മീനും മാത്രം കഴിക്കാൻ തുടങ്ങിയത്, ഏതൊരു മരണത്തെ ഭയന്നിട്ടാണോ നിങ്ങൾ പലതരത്തിലുള്ള ഡേറ്റുകൾ പരീക്ഷിക്കുന്നത്, പലതരത്തിലുള്ള ഡോക്ടർമാരെ നിങ്ങൾ പോയി കാണുന്നത്? ആ മരണം നിങ്ങൾ കണ്ടുമുട്ടുന്നതാണ്, ആ മരണം നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നതാണ്. പിന്നെ നിങ്ങൾ മടക്കപ്പെടുന്നതാണ് എവിടേക്കാണെന്നറിയുമോ? രഹസ്യങ്ങളും പരസ്യങ്ങളും ഒരുപോലെ അറിയുന്ന ലോകത്തിന്റെ രക്ഷിതാവിന്റെ ഇടത്തേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നതാണ്. ചെയ്തു പോയ പ്രവർത്തനങ്ങളെ കുറിച്ചെല്ലാം ആ രക്ഷിതാവ് അവിടെ വെച്ച് നിങ്ങളോട് പറഞ്ഞു തരുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ദുനിയാവിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും രേഖപ്പെടുത്താതെ പോകുന്നില്ല, നമ്മളുടെ വാക്കുകൾ രേഖപ്പെടുത്താതെ പോകുന്നില്ല. وجاءت كل نفس معها سائق وشهيد لقد كنت في غفلة من هذا فكشفنا عنك غطاءك فبصرك اليوم حديد. അല്ലാഹു പറയുകയാണ്, ഒരു വാക്ക് പോലും വിട്ടുപോകുന്നില്ല, ഒരു വാക്ക് പോലും വിട്ടുപോകുന്നില്ല. അത് പറയുന്നത് ഉമ്മയോടാകട്ടെ, ബാപ്പയോടാകട്ടെ, ഭാര്യയോടാകട്ടെ, മക്കളോടാകട്ടെ, കാമുകയോടാകട്ടെ, സുഹൃത്തിനോടാകട്ടെ, തമാശയാകട്ടെ, കാര്യമാകട്ടെ, മതപരമാകട്ടെ, രാഷ്ട്രീയപരമാകട്ടെ, സംഘടനാപരമാകട്ടെ, ഒരു വാക്ക് പോലും വിട്ടുപോകുന്നില്ല. അള്ളാഹുവിന്റെ റെക്കോർഡിംഗ് സിസ്റ്റമായ അള്ളാഹു നിശ്ചയിച്ച അള്ളാഹുവിന്റെ 2 മലക്കുകൾ അത് എഴുതി വെക്കാതെ ഒരു വാക്ക് പോലും വിട്ടുപോകുന്നില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾക്കറിയുമോ, അള്ളാഹുവിന്റെ റസൂൽ ഈ ആയത്ത് ഓതുന്ന സമയത്ത് മുന്നിലിരിക്കുന്ന സഹാബികൾക്ക് CCTV ക്യാമറയെ കുറിച്ചറിയില്ല, മൈക്രോ ചിപ്പിനെ കുറിച്ചറിയില്ല, സിം കാർഡിനെ കുറിച്ചറിയില്ല, എല്ലാം റെക്കോർഡ് ചെയ്യുന്ന സ്പൈ ക്യാമറകളെ കുറിച്ചറിയില്ല. എന്നാൽ എന്റെ ശബ്ദം എന്ന് ശ്രവിക്കുന്ന ആളുകൾക്ക് സ്പൈ ക്യാമറകളെ കുറിച്ചറിയാം, കുപ്പായത്തിന്റെ ബട്ടണിൽ ഘടിപ്പിക്കുന്ന ക്യാമറകളെ കുറിച്ചറിയാം, പെന്നിൽ ഒളിപ്പിച്ചു വെക്കുന്ന ക്യാമറയെ കുറിച്ചറിയാം, കണ്ണിന്റെ പുരികത്തിന് പോലും ഒളിപ്പിച്ചു വെക്കുന്ന ക്യാമറയെ കുറിച്ചറിയാം, സദാ നമ്മുടെ വീടിന്റെ ചുറ്റിനും വീക്ഷിക്കുന്ന CCTV ക്യാമറയെ കുറിച്ചറിയാം, റെക്കോർഡിംഗ് സിസ്റ്റങ്ങളെ കുറിച്ചറിയാം, മൈക്രോ ചിപ്പുകളെ കുറിച്ചറിയാം, ആയിരക്കണക്കിന് ജീവിക്ക് മെമ്മറി കപ്പാസിറ്റിയുള്ള മൈക്രോ ചിപ്പുകളെ കുറിച്ചറിയാം. നമുക്കിത് വിശ്വസിക്കാൻ പ്രയാസമില്ല. മനുഷ്യന്റെ മസ്തിഷ്കത്തെ വിധാനിച്ചവൻ നാനാഥനാണ്, ലോകത്തിന്റെ രക്ഷിതാവാണ്. ആ മനുഷ്യ മസ്തിഷ്കമാണ് ഈ CCTV കണ്ടുപിടിച്ചത്, ഈ സ്പൈ ക്യാമറ കണ്ടുപിടിച്ചത്, ഈ മൈക്രോ ചിപ്പ് കണ്ടുപിടിച്ചത്, ഈ ആധുനിക സംവിധാനങ്ങളെല്ലാം കണ്ടെത്തിയത് മനുഷ്യന്റെ മസ്തിഷ്കമാണെങ്കിൽ ആ മസ്തിഷ്കത്തിന്റെ സംവിധായകനായ ലോകത്തിന്റെ രക്ഷിതാവ് ഓരോ മനുഷ്യനും ജനിക്കുമ്പോൾ 2 തോളിൽ ഒരു സംവിധാനം ഉണ്ടാക്കുകയാണ്. അവന്റെ ഓരോ വാക്കുകളും, അവന്റെ ഓരോ കർമ്മങ്ങളും, അവന്റെ ഓരോ ചലനങ്ങളും കൃത്യമായി എഴുതി വെക്കാൻ
മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബുൻ അതീദും വ്യക്തമായി എഴുതി വെക്കാതെ ഒരു വാക്ക് പോലും നീ പറയുന്നില്ല മോനെ, ഒരു വചനം പോലും നീ ഉരുവിടുന്നില്ല മോനെ. ആ വാക്കുകളും ആ പ്രവർത്തനങ്ങളുമെല്ലാം നാളെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഗ്രന്ഥരൂപത്തിലാക്കി നമ്മുടെ കൈകളിലേക്ക് തരുമെന്ന് പരിശുദ്ധ ഖുർആൻ. രണ്ടാമത് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം കാഹളത്തിൽ ഓതുമ്പോ ലോകത്ത് മരിച്ചുപോയ ശതകോടിക്കണക്കിന് മനുഷ്യന്മാര് മുഴുവനും എഴുന്നേറ്റുകൊണ്ട് ഷിട്ടാവിന്റെ വിചാരണയുടെ കോടതിയിലേക്ക് ഇങ്ങനെ നടന്നു വരുമ്പോ ചില ആളുകളെന്ന് പറയുകയാണ്, ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ അർ-റഹ്മാൻ വസദഖൽ മുർസലൂൻ. നാശമേ നാശമേ, ഞങ്ങളുടെ നാശമേ. മംബഅതനാ, ആരാണ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത്? മിമ്മർഖദിനാ, ഞങ്ങളുടെ കുടിമാടങ്ങളിൽ നിന്ന്. ഹാദാ മാ വഅദ അർ-റഹ്മാൻ, ഇത് ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹുവിന്റെ വാഗ്ദാനത്തിന്റെ പുലർച്ചയാണല്ലോ. വസദഖൽ മുർസലൂൻ, അല്ലാഹുവിന്റെ പ്രവാചകന്മാർ പറഞ്ഞതുപോലെ പുലർന്നിരിക്കുകയാണ്. അല്ലാഹു പറയുകയാണ്, വമുദിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദൂ മാ അമിലൂ ഹാദിറാ വലാ യദ്ലിമു റബ്ബുക അഹദാ. അന്ന് കുറ്റവാളികളുടെ കൈകളിലേക്ക് അവരുടെ ഗ്രന്ഥം ഇങ്ങനെ നൽകപ്പെടുകയാണ്, വെച്ചു കൊടുക്കുകയാണ്. ആ ഗ്രന്ഥം അവരിങ്ങനെ മറിച്ചു നോക്കുകയാണ്. വയഖൂലൂന, അവർ പറയുകയാണ്, മാ ലിഹാദൽ കിതാബ്, എന്തൊരു ഗ്രന്ഥമാണിത്, എന്തൊരു അത്ഭുതത്തിന്റെ ഗ്രന്ഥമാണിത്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. മൊബൈലിൽ ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അറിയാതെ എപ്പോഴോ എന്റെ കണ്ണിൽപ്പെട്ടൊരു വീഡിയോ ഞാൻ അതിരുന്ന് കണ്ടുപോയി. അതുപോലെ ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആരും അറിയാതെ, എന്റെ കുടുംബം അറിയാതെ, കൂട്ടുകാരറിയാതെ, നാട്ടുകാരറിയാതെ ഞാനൊരു പെണ്ണുമായി ബന്ധം സ്ഥാപിച്ചിരുന്നു. എന്റെ മരണം വരെ എന്റെ നാട്ടിൽ ആരും അതറിഞ്ഞിരുന്നില്ല. പക്ഷേ ഈ ഗ്രന്ഥത്തിൽ ഞാൻ അവളുമായി ചെലവഴിച്ച ഓരോ നിമിഷങ്ങളും വ്യക്തമായി എഴുതി വെച്ചിരിക്കുകയാണ്. സമൂഹത്തിന്റെ മധ്യത്തിൽ വെള്ളക്കുപ്പായമിട്ട് നടക്കുമ്പോ രാത്രിയുടെ ഇരുട്ടിന്റെ യാമങ്ങളിൽ ഞാൻ ലഹരി സേവിച്ചിരുന്നു. ഇരുട്ടിന്റെ യാമങ്ങളിൽ ഞാൻ മദ്യം കഴിച്ചിരുന്നു. ആരും അതറിയുമായിരുന്നില്ല. എന്റെ ഭാര്യ പോലും അതറിഞ്ഞിട്ടില്ല, എന്റെ മക്കൾ പോലും അതറിഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഏത് നിമിഷത്തിലാണ്, ഏത് മിനിറ്റിലാണ്, ഏത് മണിക്കൂറിലാണ്, ഏത് ദിവസത്തിലാണ്, എപ്പോഴൊക്കെയാണ് ഞാനത് കുടിച്ചത്, ഞാനത് കഴിച്ചത്, ഞാനത് ഉപയോഗിച്ചത് എന്ന് ഈ ഗ്രന്ഥത്തിൽ ഇതാ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഞാൻ എന്റെ മുതലാളിയെ കബളിപ്പിച്ചിരുന്നു, ഞാൻ എന്റെ കൂട്ടുകാരനെ ചതിച്ചിട്ട് സമ്പാദിച്ചിരുന്നു. മരണം വരെ അവൻ എന്റെ കൂട്ടുകാരൻ തന്നെയായിരുന്നു. എന്റെ ചതി അവന് മനസ്സിലായിട്ടില്ല, എന്റെ വഞ്ചന അവന് മനസ്സിലായിട്ടില്ല. പക്ഷേ എനിക്ക് മാത്രം അറിയുന്ന രഹസ്യം ഈ ഗ്രന്ഥത്തിൽ ഇതാ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ചെറുതും വലുതുമായ ഒരു കാര്യം പോലും ഈ ഗ്രന്ഥം വിട്ടുകളഞ്ഞിട്ടില്ല. വവജദൂ മാ അമിലൂ ഹാദിറാ, പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെല്ലാം ആ മനുഷ്യന്റെ മുന്നിൽ അങ്ങനെ ലൈവായി കാണിക്കപ്പെടുകയാണ്. അവൻ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ അവനവന്റെ കണ്ണുകൊണ്ട് നോക്കി കാണുകയാണ്. വലാ യദ്ലിമു റബ്ബുക അഹദാ, അന്നൊരാളോടും അല്ലാഹു അക്രമം ചെയ്യുകയില്ല, അനീതി ചെയ്യുകയില്ല. വല്ലാത്തൊരു ലോകമാണ് സഹോദരങ്ങളെ, നരകം കൊണ്ടുവരപ്പെടുന്ന ലോകമാണ്. വലൗ തറാ ഇദ് യതവഫൽ ലദീന കഫറുൽ الملائكة يضربون وجوههم وأدبارهم ولو ترى إذ وقفوا على النار فقالوا يا ليتنا نرد ولا نكذب بآيات ربنا ونكون من الموقنين. ആ മാശറയിൽ അങ്ങനെ നിൽക്കുമ്പോ ദൂരെ അതാ നരകത്തിന്റെ പുകയങ്ങ് കാണുകയാണ്. നരകത്തിന്റെ ഒട്ടകങ്ങളുടെ കൂട്ടങ്ങളെ പോലെയുള്ള തീജ്വാലകൾ മുകളിലോട്ടെറിഞ്ഞുകൊണ്ട് ആർത്തട്ടാസിക്കുന്ന ഭീകരമായ നരകത്തിന്റെ തീജ്വാലങ്ങളും പുകപടലങ്ങളും മനുഷ്യനെങ്ങനെ കാണാൻ തുടങ്ങുന്ന സമയത്ത് അവര് പറയുകയാണ്,
ആയാതി റബ്ബിനാ വനകൂന മിനൽ മൂഖിനീൻ. ഒന്ന് ഞങ്ങളെ തിരിച്ചേക്കണേ നാഥാ, ഞങ്ങളുടെ വാസസ്ഥലത്തേക്ക്, ഞങ്ങളുടെ ഭൂമിയിലേക്ക്, ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങളെ ഒന്ന് തിരിച്ചേക്കണേ നാഥാ. ഞങ്ങൾ അവിശ്വാസികളാവുകയില്ല, ഞങ്ങളെ നിഷേധിക്കുകയില്ല, പാപമോചനം തേടുന്നവരായി ഞങ്ങളെ കാണാം റബ്ബേ. യുബസ്സറൂനഹും യബദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിദിൻ ബിബനി വസാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതി തുഈ വമൻ ഫിൽ അർദി ജമീഅൻ സുമ്മ യുൻജി. നരകമങ്ങനെ ഓരോ കുറ്റവാളിയും കാണുകയാണ്. ആ നരകം കാണുമ്പോൾ ഓരോ കുറ്റവാളിയും പറയുകയാണ്, അല്ലാ എന്റെ ഉമ്മാനെ തരാം, എന്റെ ബാപ്പാനെ തരാം, എന്റെ ഭാര്യയെ തരാം, എന്റെ മക്കളെ തരാം, എന്റെ സമുദായത്തെ മുഴുവനും തരാം. വമൻ ഫിൽ അർദി ജമീഅ, ഈ ലോകത്തുള്ള മനുഷ്യരെ മുഴുവനും പടയമെടുത്തോളൂ. സുമ്മ യുൻജി, എന്നിട്ട് എന്നെ രക്ഷിക്കണേ അല്ലാ, എന്നിട്ട് എന്നെ കാത്ത് രക്ഷിക്കണേ നാഥാ എന്ന് ഓരോ കുറ്റവാളിയും അറിയാതെ എന്ന് പറഞ്ഞു പോകുന്നതാണ്. കല്ലാ ഇന്നഹാ ലദാ നസാഅതൻ ലിശ്ശവാ തദ്ഉ മൻ അജ്ബറ വതവല്ല. തലയോട്ടികളിലൂടെ പടർന്നു പിടിക്കുന്ന അഗ്നിയാണത്. ഓരോ ഇങ്ങനെ മാടി വിളിക്കുന്നതാണ്. ആ നരകം ഇങ്ങനെ മാടി വിളിക്കുന്നതാണ്. വത്തഖൂ യൗമല്ലാ തജ്സീ നഫ്സുൻ അൻ നഫ്സിൻ ശൈആ ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون. ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണേ. ഒരാൾക്കും മറ്റൊരാൾക്കും ഒരു ഉപകാരം ചെയ്യാൻ കഴിയാത്ത ദിവസമാണ്. ഒരു റെക്കമെൻഡേഷനും സ്വീകരിക്കാത്ത ദിവസമാണ്. ഒരു ഒഴിവ് കഴിവും സ്വീകരിക്കാത്ത ദിവസമാണ്. ആ ദിവസത്തിൽ ചില മുഖങ്ങളുണ്ട്. യൗമ തബിയദ്ദു വജൂഹു വതസ്വദ്ദു വജൂഹ് ഫഅമ്മ الذين اسودت وجوههم أكفرتم بعد إيمانكم فذوقوا العذاب بما كنتم تكفرون. ചില മുഖങ്ങളെന്ന് പ്രകാശിക്കുന്നതായിരിക്കും, വെളുവെടുത്തതായിരിക്കും, സന്തോഷിക്കുന്നതായിരിക്കും. അന്ന് ചില മുഖങ്ങൾ കറുത്തിരണ്ടതായിരിക്കും, വേദനിക്കുന്നതായിരിക്കും, ഭയവിഹ്വലമായിരിക്കും. ആ ഭയവിഹ്വലമായ മുഖങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയുമോ? അവിശ്വസിച്ചവരാണവർ, സ്വർഗത്തെ അവിശ്വസിച്ചവരാണവർ, നരകത്തെ അവിശ്വസിച്ചവരാണവർ, മരണാനന്തര ജീവിതത്തെ അവിശ്വസിച്ചവരാണവർ, ഈ ലോകത്തിന്റെ പിന്നിലെ സൃഷ്ടി വൈഭവത്തെ അവിശ്വസിച്ചവരാണവർ. എന്നാൽ ചില മുഖങ്ങളുണ്ട്. وَأَمَّا بِيَضَّتْ وُجُوهُهُمْ فَفِي رَحْمَةِ اللَّهِ هُمْ فِيهَا خَالِدُونَ. ആ വെളുവെളുത്ത മുഖങ്ങളുള്ള, പ്രകാശിക്കുന്ന മുഖങ്ങളുള്ള ആളുകൾ അല്ലാഹുവിന്റെ റഹ്മത്തിലായിരിക്കും, ലോകരക്ഷിതാവിന്റെ റഹ്മത്തിലായിരിക്കും. ഹും ഫീഹാ ഖാലിദൂൻ, അവരതിൽ നിത്യവാസികളുമായിരിക്കും.